ക്രിസ്മസിന്റെ തിരക്കിലാണല്ലേ. ക്രിസ്മസ് പപ്പയും ക്രിസ്മസ് പപ്പ തരുന്ന സമ്മാന പൊതികളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് സന്തോഷം നിറഞ്ഞ ദിവസമല്ലേ. അപ്പോൾ ഈ സന്തോഷം നിറഞ്ഞ ദിവസത്തിൽ ഒരു രുചിയും കൂടെ വേണ്ടേ. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ രുചികരമായ കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പരിചയപ്പെട്ടാലോ. അതിനാവശ്യമായിട്ടുള്ള സാധനം: മൈദാമാവ്, പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ, പൈനാപ്പിൾ എസൻസ്, പാല്, 2 മുട്ട, ഗ്രേപ്പ് ഫ്രൂട്ട്സ്, പിന്നെ ബേക്കിംഗ് പൗഡർ, സോഡാ പൊടി. ഞാൻ ഈ ഗ്ലാസ് അളവിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പാത്രത്തിൽ ഇരിക്കുന്ന പഞ്ചസാരയെ ഈ ഗ്ലാസ്സിലേക്ക് ഇതിൻ്റെ അളവിലേക്ക് നമുക്ക് ഇടാം. നമ്മൾ അളന്ന് വച്ചിരിക്കുന്ന ഈ 1 ഗ്ലാസ് പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ 2 മുട്ടയും ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയിലേക്ക് 2 മുട്ട ഒഴിച്ചിട്ട് ഇതിനെ രണ്ടും കൂടെ നമുക്ക് യോജിപ്പിച്ചാലോ. പഞ്ചസാരയും മുട്ടയും നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ഈ ഒരു അടപ്പിലേക്ക് ഒഴിച്ചിട്ട് അത് ഇത്ര ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വന്നാൽ ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ നട്ട്സ് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി നമുക്ക് തുടങ്ങാം. ഈ മൈദാമാവ് ഈ ഗ്ലാസ്സിൽ അളന്നെടുക്കണം. എന്നിട്ട് ഈ അരിപ്പയിലേക്ക് ഇടണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാ പൊടിയും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കാം. കൂടെ അരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വച്ച ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ചെയ്ത ഇത് ഇടാം. ഓരോ സ്പൂൺ വീതം ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
മിക്സ്ചർ നന്നായി കട്ടിയായിട്ടുണ്ട്. 1/4 ഗ്ലാസ് പാല് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ മിക്സ്ചർ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. ഈ മാവിൻ്റെ പരുവം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കട്ടിയും ആയിക്കൂടാ, കൂടുതൽ വെള്ളവും ആയിക്കൂടാ. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ഈ പേപ്പർ എല്ലാവരും ബട്ടർ പേപ്പർ ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. നമ്മൾ വീട്ടിലിരിക്കുന്ന സാധാ പേപ്പർ ഉണ്ടല്ലോ, ആ സാധാ പേപ്പർ വട്ട ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇനി എണ്ണ ശകലം എടുക്കണം. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഈ പാത്രത്തിൽ നന്നായിട്ട് എണ്ണ പേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ ഇതിലേക്ക് വയ്ക്കാം. ഇനി മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. കേക്കിൻ്റെ മാവ് റെഡി ആവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് കുക്കർ പ്രീഹീറ്റ് ചെയ്യാം. ഈ വളയം കൂടെ ഇതിലേക്ക് വച്ചേക്കണം. നല്ല ചൂടിൽ പ്രീഹീറ്റ് ചെയ്യാൻ വച്ചിരിക്കുകയാണ്. 1 മിനിറ്റ് നേരം ഇത് നന്നായി ചൂടാവട്ടെ. നമ്മുടെ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. കൈ പൊള്ളാതെ വേണം നമ്മുടെ ഈ മാവ് എടുത്ത് ഈ കുക്കറിലേക്ക് വയ്ക്കാൻ. മീഡിയം ഫ്ലെയിമിൽ ഈ കേക്ക് അരമണിക്കൂർ വേവാനായി വയ്ക്കാം. ഈ കേക്ക് ഉണ്ടാക്കുന്ന വിധം ഞാനൊന്നുകൂടെ പറയാം. 1 ഗ്ലാസ് പഞ്ചസാര മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അവ രണ്ടും കൂടി നന്നായി അടിച്ചെടുക്കാം. അതിലേക്ക് 1 അടപ്പ് പൈനാപ്പിൾ എസൻസും 1/4 സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർക്കാം. ഇവയെല്ലാം മിക്സിയിൽ ഒഴിച്ച് നന്നായി യോജിപ്പിച്ചു ചേർക്കണം. ഈ മിക്സ്ചറിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അതിൽ ഡ്രൈ നട്ട്സും ചേർക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദാമാവ്, 1/4 സ്പൂൺ സോഡാപ്പൊടി, 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ഇടുക. ഇതിന് ഒരു അരിപ്പിൽ ഇട്ട് അരിച്ചെടുക്കുക. ആദ്യം നമ്മൾ ചേർത്തു വച്ച മിക്സ്ചറിലേക്ക് രണ്ടാമത്തെ ചേരുവകൾ ഓരോ സ്പൂൺ വീതം ചേർത്ത് യോജിപ്പിക്കുക. മിക്സ്ചറിൽ 1/4 സ്പൂൺ പാലും കൂടി ചേർക്കുക. മിക്സ്ചറിൽ ഒരുപാട് കട്ടിയും കൂടിയും കൂടാ, എന്നാൽ വെള്ളം ആകാനും പാടില്ല. കേക്കിൻ്റെ മിക്സ്ചർ 2 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ സമയത്ത് കേക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കുന്ന കുക്കർ ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യുക. നല്ല ചൂടാകുമ്പോൾ നമ്മുടെ മിക്സ്ചർ വച്ചിട്ടുള്ള പാത്രം കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുക. പാത്രം വയ്ക്കുമ്പോൾ അതിനുള്ളിൽ ഒരു വളയം വയ്ക്കാൻ മറക്കരുത്.
അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ കേക്ക് പാകമാകാൻ വയ്ക്കുക. നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. ഈ കേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കേക്ക് എടുക്കുമ്പോൾ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നന്നായി തണുത്തിട്ട് വേണം എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഇത് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായമുള്ളവർ പറയണേ. ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ ബൈ. ഞാൻ ഉണ്ടാക്കിയ ഈ കേക്ക് ഞാൻ തിന്നു നോക്കിയാണേ.